ചിക്കൻ ഫ്രൈ ആക്കാൻ പോകുന്നത് ഇത് തവിടെണ്ണയാണ്, റൈസ് ബ്രാൻഡ് ഓയിൽ. ഇത് RC എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് സാധനം. ഞാൻ ഇവിടെ ഒരു നാല് മാസമായിട്ട് വീട്ടിൽ യൂസ് ചെയ്തിട്ടിരിക്കുന്ന സാധനം. അപ്പം നമ്മൾ ഇന്ന് ഇതിനകത്താണ് ചിക്കൻ അച്ചാറിടാനുള്ള ഫ്രൈ ആക്കാൻ പോകുന്നത്. ഈ ചിക്കനകത്ത് നമ്മൾ ഇന്നലെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം പെരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു. എന്നിട്ട് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചു. തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ചൂടായ നോക്കാം. ചൂടായിട്ടില്ല. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത അതേ എണ്ണയിലാണ് നമ്മളിനി ബാക്കി റെഡിയാക്കുന്നത്. അപ്പോൾ കരിയാപ്പില ഇട്ടു. കരിയാപ്പില ഒന്ന് മൂത്ത് കരിയാപ്പില മൂത്തിട്ടുണ്ട്. കരിയാപ്പില എടുത്തിട്ട് റെഡി ആവണം. അപ്പം ഒരു കരിമുരായിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവും. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് പേസ്റ്റാണ്. ഇതിലേക്കിനി എരിവുള്ള മുളക് പൊടി, കുറച്ച് കാശ്മീരി, ഇതിലേക്ക് ഉപ്പ്, ഇതിലേക്ക് ഒരു ശകല ഉലുവാപ്പൊടി, ഗരം മസാല പൊടിച്ചത്, പട്ടയും ഗ്രാമ്പും എല്ലാം പൊടിച്ചില്ല, ഇറച്ചി കേൾക്കുന്ന അതേ മസാല, കായപ്പൊടി, ഇതിലേക്ക് വിനാഗിരി, ആപ്പിൾ സൈഡിൻ്റെ വിനാഗിരി. ഇത് നമ്മൾ 10 കിലോ കോഴി മേടിച്ചതാണ്. എന്നിട്ട് അതിനകത്ത് എല്ലില്ലാത്തത്, എല്ല് കൂടാതെ മാംസം മാത്രം നമ്മളെടുത്ത് ഫ്രൈ ആക്കിയതാണ്. നമുക്ക് ഇതിനെ തട്ടാം. അപ്പം നമ്മളെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൊള്ളാം. നാളെ ആകുമ്പം ഒന്നും കൂടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് റെഡിയാവും.